ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ നമ്മൾ തിങ്കളാഴ്ച കാണാൻ പോകുന്നത് ശ്രുതി ഇങ്ങനെ ബോധം കെട്ട് വീണ് കിടക്കുകയാണല്ലോ. അപ്പോഴേക്കും അഞ്ജലി എല്ലാവരും വിളിക്കുന്നുണ്ട്. ശ്യാമേട്ട, കുഞ്ഞ ഓടി വാന്ന് തന്നെ വിളിക്കണം. അപ്പോൾ എല്ലാവരും നമ്മുടെ ശ്രുതിയുടെ കട്ടിലിൻ്റെ സൈഡിലൊക്കെ ഇങ്ങനെ ഇരിക്കുക കേട്ടോ. ഇതിന് ശേഷം ശ്രുതിനെ വിളിക്കുന്നുണ്ടെങ്കിലും ശ്രുതി വിളി കേൾക്കുന്നില്ല. അതിനുശേഷം അശ്വിനാണെങ്കിൽ ഭയങ്കര ടെൻഷനാണ് കേട്ടോ. അശ്വിൻ അയ്യോ ഡോക്ടറെ വിളിക്ക്, വെള്ളം എടുക്ക് എന്നൊക്കെ പറയുകയാണ്. അശ്വിൻ്റെ ധൃതി കാണുമ്പോഴേക്കും എല്ലാവരും അശ്വിനെ തന്നെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനുശേഷം അശ്വിൻ കുറച്ച് വെള്ളം എടുത്തിട്ട് മുഖത്ത് ഇങ്ങനെ തളിക്കുമ്പോഴേക്കും ശ്രുതി ഇങ്ങനെ കണ്ണ് തുറക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ കണ്ണ് തുറക്കണ ശ്രുതി പിച്ചുമ്പയായിട്ട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. വളകൾ എന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. വളകളോ, ഇവൾക്ക് തലക്ക് ഒരു ബോധമില്ലേ എന്ന് മനോരമ ചോദിക്കുകയാണ്. ബോധം വന്നുടനെ വളകളെന്ന് ചോദിച്ചുകൊണ്ടിരിക്കണേ എന്താന്ന് ചോദിക്കുമ്പോൾ നമ്മുടെ അശ്വിനെ കാര്യം മനസ്സിലാവും. അപ്പം തന്നെ അശ്വിൻ ശ്രുതിനെ ഇങ്ങനെ നോക്കുമ്പോൾ നമ്മുടെ ശ്രുതി പെട്ടെന്ന് അത് പറയാതെ ഇങ്ങനെ നിൽക്കുവാണ്. ശേഷം നമ്മുടെ അശ്വിൻ പറയുന്നുണ്ട്, ഒരു കാര്യം ചെയ്യാൻ ഡോക്ടറെ വിളിക്കാം, ചേച്ചി ഫോൺ താന്ന് പറഞ്ഞിട്ട് നമ്മുടെ അഞ്ജലിയുടെ കയ്യിൽ നിന്ന് ഫോൺ മേടിക്കുകയാണ്. അതിനുശേഷം ഡോക്ടറെ വിളിക്കുമ്പോഴേക്കും ശ്രുതി പറയുന്നുണ്ട്, വേണ്ട സർ, ഡോക്ടറൊന്നും വിളിക്കേണ്ട, ഞാൻ കുഴപ്പമില്ല, താൻ ഓക്കെയാണോ, 100% ഓക്കെയാണോ, ഡോക്ടറെ വിളിക്കേണ്ടത് ഉറപ്പാണോ? അതെ സർ, വിളിക്കൊന്നും വേണ്ട, എനിക്ക് കുഴപ്പമില്ലെന്ന് പറയണം. അശ്വിൻ്റെ ആദ്യമൊക്കെ കാണുമ്പോഴില്ലേ എല്ലാവർക്കും ചിരി വരുവാട്ടോ. കാരണം അശ്വിൻ അത്രയും കെയർ ചെയ്യുന്നുണ്ട്. സ്വന്തം അമ്മ പോലും, അത് നമ്മുടെ ശ്രുതിയുടെ അമ്മ പോലും ശ്രുതിനെ ഡോക്ടറെ കാണിക്കണോ ഒന്ന് പോലും ചോദിക്കുന്നില്ല. പക്ഷെ അശ്വിൻ ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് എനിക്കിരുന്ന് കരയാട്ടോ. അയ്യോ ശ്രുതിക്കുട്ട, നിനക്ക് എന്ത് പറ്റിയടാ ശ്രുതിക്കുട്ട എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അത് അതിൻ്റെ അപ്പുറം കേട്ടോ. എന്തായാലും ശ്രുതി ബോധത്തിൽ നിന്നൊക്കെ എഴുന്നേറ്റ് കഴിയുമ്പോഴേക്കും അശ്വിൻ്റെ അടുത്ത് ചോദിക്കുന്നുണ്ട്, സത്യം പറ അശ്വിൻ സർ, നിങ്ങളാണ് എനിക്ക് ആ വളം മേടിച്ചോണ്ടെന്ന് പറയുമ്പോൾ അശ്വിൻ പെട്ടെന്ന് എഴുന്നേക്കുവാണ്. എന്നിട്ട് പ്രീതിയുടെ അടുത്ത് പറയുന്നുണ്ട്, പ്രീതി ശ്രുതിയുടെ അടുത്തൊന്ന് ഇരിക്കാവോ, ഇവിടെ ഒറ്റയ്ക്ക് എഴുന്നേക്കാണെന്ന് സമ്മതിക്കരുത്, ഞാനൊന്ന് പുറത്തു വരെ പോവാമെന്ന് പറയണം. അങ്ങനെ അശ്വിൻ അവിടെ നിന്ന് പോകുമായിട്ട് ശ്രുതിക്ക് മറുപടി കൊടുക്കാണ്ട്. പക്ഷേ ശ്രുതി ഇങ്ങനെ പുറകെ നടന്നുകൊണ്ടിരിക്കുക. സത്യം പറ, സാറാണ് എനിക്ക് മേടിച്ചത് വള എന്നൊക്കെ ചോദിക്കുന്നുണ്ടെങ്കിലും ഒന്നിന് റിപ്ലൈ കൊടുക്കാണ്ട് അശ്വിൻ പോയിക്കൊണ്ടിരിക്കുകയാണ്. അതിന് റിപ്ലൈ കിട്ടാണ്ട് ശ്രുതി വീട്ടിൽ നിന്ന് പോവില്ലെന്ന് തന്നെ തീരുമാനിക്കും. അങ്ങനത്തെ ഒരു ഭാഗമായിട്ട് നമ്മൾ തിങ്കളാഴ്ച കാണാൻ പോകുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം. ഗുഡ് നൈറ്റ്, ടേക്ക് കെയർ, ബൈ ബൈ.